സൈബർ ആക്രമണം നടക്കുന്നതായി അർജുന്റെ കുടുംബം. സംഭവത്തിൽ ചേവായൂർ പോലീസിന് അർജുന്റെ മാതൃ സഹോദരി പരാതി നൽകിയിട്ടുണ്ട്. ജോഷില സമഗ്ര വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജോഷില, അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. വളരെയധികം പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? അഞ്ജന, വളരെയധികം പ്രതിഷേധാർഹം മാത്രമല്ല, ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഏകദേശം 7 ദിവസം കഴിഞ്ഞു. ആ സമയത്ത് അർജുൻ്റെ കുടുംബം അന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. വാർത്താ സമ്മേളനം വിളിച്ചതല്ല, മാധ്യമപ്രവർത്തകർ അവരോട് ആവശ്യപ്പെട്ട പ്രകാരം അന്ന് ഏകദേശം 6 മണിയോടുകൂടി അവർ മാധ്യമപ്രവർത്തകരെ വന്ന് കാണുകയായിരുന്നു. അർജുൻ്റെ അമ്മ അന്ന് ഏറ്റവും നിരാശാജനകമായ ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം അർജുൻ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്തപ്പോൾ അർജുൻ ഇല്ല എന്നുള്ള വിവരം ലഭിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. അർജുൻ്റെ വാഹനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അർജുനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ലാത്ത ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. ഏറ്റവും വൈകാരികമായ ഒരു പൊട്ടിത്തെറി ഒരു കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ദിവസം കൂടിയായിരുന്നു അത്. അന്നാണ് അർജുൻ്റെ അമ്മ മാധ്യമപ്രവർത്തകരോട് സൈന്യത്തെക്കുറിച്ചും സൈന്യത്തിൻ്റെ തിരച്ചിലിനെക്കുറിച്ചും അവർ ഉപയോഗിച്ച ഉപകരണങ്ങളെക്കുറിച്ചുമൊക്കെ, അതായത് ഇത്രയേറെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച കാലത്ത് വലിയൊരു സന്നാഹമൊന്നുമില്ലാതെ സൈന്യം വന്ന് തിരച്ചിൽ നടത്തി. അതൊരു സാധാരണ രീതിയിലുള്ള തിരച്ചിലായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്ന് സൈന്യത്തിനെതിരെ അവസാനമായി അമ്മ പറയേണ്ടി വന്നത്. അത് ഒരു കുടുംബത്തിൻ്റെ ഒരു വൈകാരികമായ ഒരു പ്രതികരണം കൂടിയായിരുന്നു അന്ന് ഏറ്റവും അവസാനമായി നടന്നത്. ഒരു പ്രതീക്ഷയുമില്ല. മകൻ പോയി 7 ദിവസം കഴിഞ്ഞു. കുടുംബം ഇങ്ങനെ മകൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വിളിക്കുകയും മറ്റ് എല്ലാവരുമായി ബന്ധപ്പെടുകയും അവിടെ എന്നാൽ ഒരു ചലനവും നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അർജുൻ്റെ അമ്മ ആ രീതിയിൽ പ്രതികരിച്ചത്. അവസാന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സൈന്യത്തിനെതിരെ പൊട്ടിത്തെറിച്ച അമ്മയെക്കുറിച്ചാണ് സൈബർ ആക്രമണം നടന്നത്. മാത്രമല്ല, എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടോ എന്ന് അവർ ചോദിച്ചിരുന്നു. ആ സമയത്ത് അമ്മയുടെ സഹോദരി അടുത്തുണ്ടായിരുന്നു. അമ്മയുടെ സഹോദരി കൂടി ഈ ഒരു പ്രശ്നം അവരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ട ചില ആളുകൾ, യൂട്യൂബർമാർ അടക്കം ഉള്ളവർ അമ്മയുടെ സഹോദരിക്കെതിരെ അടക്കം ബോഡി ഷെയ്മിംഗ് അടക്കം നടത്തുന്ന രീതിയിൽ, ഒരു കുടുംബത്തിൻ്റെ ഒരു വൈകാരിക പ്രശ്നം പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ബോഡി ഷെയ്മിംഗ് അടക്കം നടത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുന്നു. ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ നീചമായ രീതിയിൽ കമൻറ്റുകൾ ഇട്ടവർക്കെതിരെയുമാണ് ചേവായൂർ പോലീസിൽ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അർജുൻ്റെ മാതൃ സഹോദരിയാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും ഉണ്ടായ ഏറ്റവും മോശമായ ഒരു പ്രതികരണം കൂടിയായിരുന്നു. ഇത്രയേറെ വൈകാരികമായി തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് അർജുൻ്റെ കുടുംബത്തിനെതിരെ ഒരു സൈബർ ആക്രമണം നടത്തുക എന്നുള്ളത്. അഞ്ജന, ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. അത്